നിനക്ക് വലുതാകുമ്പോൾ ആരാവാനാണ് ആഗ്രഹം? എനിക്ക് പഠിച്ച് പഠിച്ച് വലുതാകുമ്പോൾ ഒരു ഡോക്ടർ ആവണം. അജയ്, നിനക്ക് ആരാവാനാണ് ആഗ്രഹം? എനിക്ക് പഠിച്ച് പഠിച്ച് വലിയൊരാളായിട്ട് നിന്നെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം. അയ്യേ, നീ ഒന്ന് പോ ചക്ക. അയ്യോ, എവിടെടാ അവന്മാര്? എത്ര മണിക്ക് വരാമെന്ന് പറഞ്ഞാ? 8 മണിക്ക് വരാമെന്ന് പറഞ്ഞതാ. 8 മണി കഴിഞ്ഞ് 10 മണിയായി, ഇതുവരെ വന്നില്ല. ഇതെവിടെ പോയി വായി നോക്കി കിടക്കുമായിരിക്കും അവന്മാര്. ഏതെങ്കിലും പെമ്പിളാരെ വായി നോക്കിയിരിക്കുമായിരിക്കും. നിനക്കറിയാലോ അമ്മറ പരിപാടി. അങ്ങോട്ട് നീങ്ങിയിരുന്നേ. എന്താണ് കമ്പിയേ? അയ്യേ, ആ ദാ വന്നു. അവനവിടെ? ഞാൻ അവൻ്റെ വീട്ടിൽ പോയിരുന്നു. അവൻ നല്ല ഉറക്കത്തില്ല. നീ അവനോട് കാര്യം പറഞ്ഞില്ലേ? ഞാൻ അവൻ്റെ അമ്മയോട് കാര്യം പറഞ്ഞു. അവനോട് പറഞ്ഞില്ല. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. അവൻ വരാതിരിക്കില്ല. ഞാനിപ്പം വിളിക്കാന്നേ. അവൻ്റെ സംസാരം കേട്ടല്ലേ ഫോൺ കണ്ടുപിടിച്ചത് അവൻ്റെ തയ്യക്കാരൻ അച്ഛനാണെന്ന് തോന്നുന്നു. എന്താ പറയാ, എവിടെയായിരുന്നു? ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. നിനക്ക് എന്ത് പറ്റി? എന്താണ് സീൻ? ഞങ്ങളോട് പറ. ഒന്നുമില്ല. ആ, നമുക്കൊരു ദിവസത്തേക്കൊന്ന് മാറി നിന്നാലോ? ഇത് നിന്നോട് ഞങ്ങൾ പറയാനിരുന്നേ അല്ലേടാ? അതെ. നമുക്ക് മൂന്നാറ് വിട്ടാലോ? ഇതാണോ നീ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങളെ ആകെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എങ്കിൽ വാ, നാളെ തന്നെ വിട പറയാം. മത്തായി ചേട്ടൻ ഇന്ന് വരുമെന്നാ പറഞ്ഞേക്കുന്നത്. നീ ഒരു അവധി കൂടി പറ. ഞാൻ സന്തോഷത്തോട് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തേ ഇന്നെന്താണാവോ അച്ഛനെ കൊണ്ട് സാധിപ്പിക്കാനുള്ളത്? അത് പിന്നെ അമ്മേ. എന്തു പറ്റി? നീ കാര്യം പറ. അത് പിന്നെ അമ്മ എന്നോട് ദേഷ്യപ്പെടരുത്. എനിക്ക് നമ്മുടെ അജയ്യെ എന്താടി? നീ കാര്യം പറ. അമ്മേ, എനിക്ക് അജയെ ഇഷ്ടാ. എന്താ നീ പറയുന്നത്? ഇത് അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്ന് കിണുങ്ങണ്. അവളുടെ ഒരു പ്രേമം. അച്ഛനിങ്ങ് വരട്ടെ. മതി. അതെ, നമ്മുടെ ശ്രീകുട്ടി അജയ ഇഷ്ടത്തിലാണ്. നിങ്ങളവളോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട. സമാധാനത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് നമുക്ക് ചേരുന്ന ബന്ധമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആവശ്യമില്ലാത്ത മോഹങ്ങളെല്ലാം കളഞ്ഞാൽ നീ അവളോട് പറഞ്ഞേക്ക്. അത് ടൗണിലെത്തട്ടെ കേട്ടോ. മോക്ക് എന്ത് വേണേലും മേടിച്ച്, മുട്ടായിയോ കേക്കോ ബിസ്ക്കറ്റോ എന്ത് വേണേലും മേടിച്ചത്. ഞാൻ ഇന്നലെ നിന്റെ വീട്ടിൽ വന്നിരുന്നു. നിന്റെ അച്ഛനെ കാണാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പണത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? പോയില്ല. നീ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നോ? നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചിട്ട്. ആട്ടെ, സാറിനിപ്പോൾ എന്താ ആവശ്യം? എനിക്ക് 2000 രൂപ വേണം. നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. നീ ചോദിക്കുമ്പോൾ പണം തരാൻ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊന്നുമല്ല. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു പാവം തയ്യക്കാരനാ. എനിക്കൊരു 2000 രൂപ തന്നെ സന്തോഷം. എനിക്ക് കൊടുത്തില്ലെന്ന് വേണ്ട. അവൻ ഇൻ്റർവ്യൂവിന് പോകാനൊന്നുമല്ല. ചോദിക്കുമ്പോൾ പണം കൊടുത്ത് മക്കളെങ്ങനെ വഴിതെറ്റിക്കല്ലേ.
നാണ്ട്ര അഖിലല്ലേ വരുന്നത്? അജയ് വർറാ. ഇങ്ങ വന്നേ. എന്താടാ എന്താടാ? എന്ത് പറ്റി? എടാ, നമ്മുടെ അജയ്. അജയ്ക്ക് എന്ത് പറ്റി? അജയ് എവിടെ? വാ. അജയ്ക്ക് എന്ത് പറ്റി? യാ, അജയ്. യാ, അജയ്, യാ, യാ. അജയ്, അജയ്. എന്ത് പറ്റിയെടാ അവന്? ടാ, യാ, അജയ് എന്ത് പറ്റിയെടാ? യാ. അജയ്. എടാ അജയ് ഡാ. ഡാ എണ്ണീറാ. എടാ, ഡാ അജയ്. എന്താടാ ഇവന്? അജയ് ഡാ എഴുന്നേറാ. യാ, അജയ്, ഡാ. യാ, അജയ് ഡാ. അജയ്, യാ, അജയ്. ഡാ അജയ് എണ്ണീറാ. യാ, അജയ് യാ, എണ്ണീറാ. ഡാ. യാ, അജയ്, യാ, ഡാ. എടാ അജയ് ഡാ. അജയ്, എണ്ണീറാ. ചായ കുടിക്ക്. ചേട്ടാ, ബൈക്കിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓ, എത്തിയോ സാറുമാർ? അജയ് എവിടെ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? എവിടെ? അവൻ എന്തു പറ്റി? അവന് എവിടെ? അവൻ എന്നോട് പറ്റിയത്? അമ്മേ, അജയ്. അജയ്, അജയ്. പറയടാ. നിന്റെയൊക്കെ അടുത്ത കൂട്ടുകാരനായിരുന്നില്ലടാ അവൻ. അവൻ എന്തു പറ്റി? പറയ്. അച്ഛാ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. പക്ഷേ അവൻ നമ്മളെ വിട്ട് പോയച്ചാ. എന്റെ മോൻ. എന്റെ മോൻ എവിടെടാ? അവനെ ഞാനും എൻ്റെ അമ്മ ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ അവൻ ഞങ്ങളെ ദ്രോഹിച്ചു. എൻ്റെ പെങ്ങളെ അവൻ, ഇനിയൊരിക്കൽ കൂടി എൻ്റെ പെങ്ങളെ അവനെ ഞാൻ കൊന്നു. അജയ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. യാ, നിനക്ക് എന്ത് പറ്റി? നീ അടിച്ചിട്ടുണ്ടോടാ? ഇല്ലടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പൊ ഒന്നും പറയണ്ട, ഇങ്ങ വന്നേ. ഒളി മൂട്, അവന്മാരെ ഇങ്ങ് വിളിടാ. നീയും എൻ്റെ അനിയത്തി തമ്മിൽ എന്താടാ ബന്ധം? നമ്മുടെ അനിയത്തിക്കുട്ടിയല്ലേടാ അവള്? ശരിയാ, അനിയത്തിക്കുട്ടിയാ. എൻ്റെ നിന്റെ ആരടാ? എന്താടാ, എന്താ സീൻ? എന്താ എൻ്റെ മുമ്പിൽ പൊട്ടം കളിക്കരുത് നീ. ഞാനൊന്നും അറിഞ്ഞില്ല നീ വിചാരിക്കരുത്. തന്നേനെ കുടുംബത്തിൽ പിറന്നവനായിരുന്നെങ്കിൽ. കണ്ട കള്ളും കഞ്ചാവും അടിച്ചിറന്ന നിന്നെ പോലെ ഒരുത്തന് അവിടെ ഞാൻ തരില്ല പട്ടി.